പ്രിയപ്പെട്ടവരെ നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ജാഫർ ഖാൻ കഴക്കൂട്ടം. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പ്രിയ സുഹൃത്തും സഹോദര തുല്യനുമായ സുനീറിന് വേണ്ടിയാണ്. സുനീർ പറമ്പിപ്പാലം എനിക്ക് വളരെ കുഞ്ഞുനാൾ മുതലേ അറിയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഒരു ദുശ്ശീലങ്ങളുമില്ല. കുടുംബത്തിന് വേണ്ടി ജീവിച്ച, കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന എൻ്റെ പ്രിയ സഹോദരൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിരുന്നു. കുടുംബത്തിൽ സമാധാനമില്ല. അതായത് പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും ഒരു പെൺകുട്ടി അവൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച നാൾ മുതൽ അവന് സമാധാനമില്ല. വളരെ ബുദ്ധിമുട്ടുകളുള്ള ഒരു കുടുംബത്തിലാണ് അവൻ ജനിച്ചത്. അവൻ്റെ വാപ്പ ഒരു രോഗിയായിരുന്നു, മരണപ്പെട്ടു. സുനീർ അവൻ്റെ ഉമ്മയുടെയും സഹോദരിമാരുടെയും താങ്ങും തണലുമായിരുന്നു. അവൻ്റെ 18 വയസ്സ് മുതൽ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച ചെറുപ്പക്കാരനായിരുന്നു. ആ മാതാവിൻ്റെ ഏക പ്രതീക്ഷയായിരുന്നു ആ പൊന്നുമോൻ. ഇന്നവനില്ല. ദുൽദുൽ ട്രാവൽസ് എന്നാണ് അവൻ്റെ ട്രാവൽസിൻ്റെ പേര്. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട, ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് മോഹങ്ങളുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അവൻ. പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നും മഹർ കൊടുത്ത് ഒരു സ്വർണമോ പണമോ ഇങ്ങോട്ട് വാങ്ങാതെ അങ്ങോട്ട് 6 പവനോളം കൊണ്ടിട്ട് കല്യാണം കഴിച്ചു. അതിനോടൊപ്പം തന്നെ ആ പെൺകുട്ടിയെ നഴ്സിങ്ങിന് അവൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അവൻ കല്യാണം കഴിച്ചതിന് ശേഷം നഴ്സിംഗ് പഠനം ആ കുട്ടിയുടെ ആഗ്രഹപ്രകാരം നടത്തിക്കൊണ്ടിരുന്നു. അതിനിടയിൽ ആ പെൺകുട്ടി വേറൊരു അഫെയർ ഉണ്ടാക്കി. നിരന്തരം അവനെ മാനസികമായും ശാരീരികമായും ആ കുട്ടി പീഡിപ്പിച്ചു കൊണ്ടിരുന്നു. വല്ലാത്തൊരു അവസ്ഥയിലാണ് അവൻ്റെ ജീവിതം കടന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അവൻ പലരോടും ഈ വിവരങ്ങൾ പറഞ്ഞിട്ടില്ല. വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ അവൻ്റെ വിഷമങ്ങൾ വ്യക്തമായി അറിയാൻ കഴിഞ്ഞുള്ളൂ. ഞാൻ അറിഞ്ഞില്ല. ഞാനുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവനെ. എന്തു പറയും, വല്ലാത്തൊരു മാനസികാവസ്ഥയിലിരുന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എങ്ങനെ തുടങ്ങണം, എന്ത് ചെയ്യണമെന്നറിയാതിരുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കഴക്കൂട്ടത്തും കണിയാപുരത്തും അൺട്രോക്കുണത്തുമുള്ള പല പല അനിയന്മാരും സുഹൃത്തുക്കളും എന്നെ വിളിച്ച് പറഞ്ഞു. എല്ലാ കാര്യങ്ങൾക്കും പലതരം വീഡിയോകൾ ചെയ്യുന്ന ഞാൻ എന്തുകൊണ്ട് സുനീറിൻ്റെ മരണത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തില്ല? പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിയമങ്ങൾ പലതും തിരുത്തി എഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, സ്ത്രീകൾ കൊടുക്കുന്ന പരാതിക്ക് മുൻഗണന കൊടുത്ത് പ്രാഥമികമായി ഒരു അന്വേഷണം പോലും നടത്താതെ, പ്രത്യേകിച്ച് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു പെറ്റീഷൻ കിട്ടിയാൽ അത് ഒരാണിനെതിരെയാണെങ്കിൽ അവനെ അവൻ്റെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും മുന്നിൽ വെച്ച് അപമാനിക്കും. നികൃഷ്ടമായ രീതിയിലാണ് അവർ അപമാനിക്കുന്നത്. ഒരു കേസ് ഒരാൾ കൊടുക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു ചെറിയ രീതിക്ക് അന്വേഷണം നടത്തി കുറ്റക്കാരനാണോ എന്ന് കണ്ടെത്തിയതിന് ശേഷമേ ഒരു വഴക്കെങ്കിലും പറയാവൂ, അല്ലെങ്കിൽ അവനെതിരെ എന്തെങ്കിലും നടപടി എടുക്കാവൂ എന്ന അഭിപ്രായമാണ് ഇന്ന് സമൂഹത്തിൽ ഉയർന്നു വരുന്നത്. ഒരുപാട് വിഷയങ്ങൾ നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ വളരെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് നല്ല രീതിക്ക് ആ പെൺകുട്ടിയെ നോക്കി സുഖമായിട്ട് ജീവിച്ചു വരുന്നതിനിടയ്ക്ക് ഇപ്പോൾ മൊബൈൽ ഫോൺ പല ജീവിതങ്ങളും തുലയ്ക്കുന്നു. അങ്ങനെ സുഖവും സന്തോഷത്തോടും കൂടി കഴിഞ്ഞു വരുന്ന ജീവിതത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും തെറ്റായ ബന്ധങ്ങളിൽ ചെന്ന് വീഴാറുണ്ട്. അതുപോലെയാണ് സുനീറിൻ്റെ കുടുംബത്തിലും പറ്റിയത്. സുനീറിൻ്റെ ഭാര്യയ്ക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഒരു പയ്യനെ പരിചയപ്പെട്ടു. അവനുമായിട്ട് അഫെയർ ഉണ്ടായിരുന്നു. അത് സുനീർ ചോദ്യം ചെയ്തപ്പോൾ അവനെയും സുനീറിൻ്റെ ഉമ്മായെയും
കള്ളക്കേസിൽ കൊടുക്കാനും മറ്റു രീതിക്ക് അവരെ അപമാനിക്കാനും ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ വീട്ടുകാരും ശ്രമിച്ചു എന്നാണ് സുനീറിൻ്റെ ഉമ്മ ഇപ്പോൾ ഒന്ന് രണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അവൻ്റെ ഭാഗം കേൾക്കാൻ തയ്യാറാകാതെ അവനെ ഭീഷണിപ്പെടുത്തുന്നു. അവൻ്റെ ഉമ്മ വളരെ വ്യക്തമായി പറഞ്ഞതാണ്, വനിതാ പോലീസ് ഉദ്യോഗസ്ഥ, അതേപോലെ കൗൺസിലിംഗ് നടത്തുന്ന ലേഡി, അവരൊക്കെ ആ പെൺകുട്ടി, സുനീർ കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ അടുത്ത് പറയാണ്, നീ അവനെ അടിക്കുക, അവൻ്റെ ഉമ്മായെ അടിക്കുക, അടിച്ചിട്ട് ഒരു പെറ്റീഷൻ കൊണ്ട് വന്നാൽ മതി, ബാക്കി ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ നിയമത്തിൻ്റെ പോക്ക്, നമ്മുടെ നിയമപാലകരുടെ സ്വഭാവം ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ കാക്കിയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഓഫീസിൽ വന്ന് ഡ്യൂട്ടി ചെയ്യുന്ന വനിതാ ഉദ്യോഗസ്ഥർക്കും കുടുംബവും മക്കളും മറ്റു പ്രാരാബ്ദങ്ങളും എല്ലാം ഉള്ളവരാണ്. അവർക്കും അറിയാം അവർ മുന്നിലെത്തുന്ന കേസുകൾ സത്യസന്ധമാണോ കളവാണോ കെട്ടിച്ചമച്ചതാണോ എന്ന് അവർക്കും വ്യക്തമായിട്ടറിയാം. എന്നിട്ട് പോലും ഈ മുന്നിൽ വരുന്ന പ്രതികളായി വരുന്ന നിരപരാധികളായ ആണുങ്ങളെ ഇങ്ങനെ അപമാനിക്കേണ്ട കാര്യമുണ്ടോ? എല്ലാവരും ചേർന്ന് അവൻ എന്തു പറയും, പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ ഒന്നും വാങ്ങിക്കാതെ കല്യാണം കഴിച്ച് പൊന്നുപോലെ നോക്കി, അവൻ്റെ ഉമ്മ പറയുന്നത് അവരുടെ മടിയിലിരുത്തി ചോറ് വാരി കൊടുത്താണ് അവരെ മരുമോളെ നോക്കിയിരുന്നെന്നാണ്. എന്നിട്ട് പോലും അവൾ വഴി തെറ്റിപ്പോയി മറ്റൊരു ബന്ധമുണ്ടാക്കി. ഒന്നാലോചിച്ച് നോക്കണം, അവൻ്റെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കണം. എന്തുമാത്രം അവൻ്റെ ഭാര്യയെ സ്നേഹിച്ചിരുന്നു. 29 വയസ്സ് മാത്രം പ്രായമുള്ള പ്രിയപ്പെട്ട അനിയൻ, ജീവിതത്തിൽ ഒരുപാട് മോഹങ്ങളും ആഗ്രഹങ്ങളുമുള്ള എൻ്റെ പ്രിയ കൂടപ്പിറപ്പ്, അവൻ ആത്മഹത്യ ചെയ്തു. അവൻ്റെ മരണത്തിന് ഉത്തരവാദികളായ അവൻ്റെ ഭാര്യ വീട്ടുകാരും കുറച്ച് നിയമപാലകരും ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അതുമാത്രമല്ല, ഈ സുനീർ എന്ന എൻ്റെ പ്രിയ സഹോദരൻ്റെ മരണത്തോടു കൂടി നിരപരാധികളായി ഒരുപാട് സഹോദരങ്ങൾ പല കേസുകളിലും പെടുന്നുണ്ട്. ഇനി ഒരു സുനീർ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. സുനീറിൻ്റെ കുടുംബത്തിന് നീതി കിട്ടണം. എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ ചില പരിമിതികളുള്ളത് കൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. കാരണം ഇപ്പോൾ കുറ്റം ചെയ്യുന്നവരല്ല ശിക്ഷിക്കപ്പെടുന്നത്, അത് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതികളിൽ പോലും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരാൾ കുറ്റവാളിയാകുന്നതും നിരപരാധിയാകുന്നതും. അല്ലാതെ സത്യസന്ധമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഒരാളെ ശിക്ഷിക്കുന്നതും ഒരാളെ വെറുതെ വിടുന്നതും. നമ്മളെല്ലാം പല പത്രമാധ്യമങ്ങളുടെ ദിനംപ്രതി വായിക്കുന്നതാണ്. നമ്മളെല്ലാം കൺമുമ്പിൽ വെച്ച് കണ്ട പല കാര്യങ്ങളുമുണ്ട്. പല അടിപിടി അക്രമങ്ങളും നമ്മളെല്ലാം കൺമുൻപിൽ വെച്ച് കണ്ടതാണ്. അതൊക്കെ കോടതിയിലെത്തുമ്പോൾ പല വക്കീലന്മാരുടെ മിടുക്കുകൊണ്ടും കെട്ടിച്ചമച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലും കോടതി ആ പ്രതികളെ വെറുതെ വിടും. എന്നിട്ട് പറയുന്നത് പുതിയൊരു കേസിൽ പിടിക്കുമ്പം 40 കേസുള്ള പ്രതിയായിരുന്നു, 50 കേസുള്ള പ്രതിയായിരുന്നു. ഞാനൊന്നും പറയുന്നില്ല. ഈ കുടുംബ പ്രശ്നത്തിൻ്റെ പേരിൽ നിയമപാലകരുടെ മുന്നിലെത്തുന്ന ആ അവരെ മാതാപിതാക്കളെ വെറുതെ അപമാനിക്കരുത്. ആദ്യം നിങ്ങൾ അയൽവാസികളോടും നാട്ടുകാരോടും ആ കുടുംബത്തെപ്പറ്റി നല്ലൊരു അന്വേഷണം നടത്തുക. ആരുടെ ഭാഗത്താണ് വീഴ്ച, ആരാണ് കുറ്റക്കാർ എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം അവരെ അപമാനിക്കുക, അവരുടെ മേൽ കുതിര കയറുക. അല്ലാതെ നിരപരാധിയായ അഭിമാനത്തോടു കൂടി ജീവിക്കുന്ന ചെറുപ്പക്കാരെ വെറുതെ ആത്മഹത്യ ചെയ്യിക്കരുത്. ഈ ശാപം ഒരിക്കലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആരൊക്കെ എന്തൊക്കെ രീതിയിൽ സുനീറിനെ ദ്രോഹിച്ചിട്ടുണ്ടോ അവരെല്ലാം ഈ ലോകത്ത് വെച്ച് തന്നെ അനുഭവിച്ചിട്ടേ പോകുകയുള്ളൂ. കാരണം എല്ലാവരും ഓരോരോ മതങ്ങളെ വിശ്വസിക്കുന്നതാണ്. നമ്മുടെ മതം, നമ്മുടെ എല്ലാവരുടെയും മതങ്ങൾ പഠിപ്പിക്കുന്നത് ആരെയും ചതിക്കാൻ പാടില്ല, ആരെയും വഞ്ചിക്കാൻ പാടില്ല, ആരെയും ഒരു തെറ്റും ചെയ്യാത്തവരെ കുറ്റവാളിയാക്കാൻ പാടില്ല. ഏത് കാക്കിയിട്ടാലും ഏത് നീതിപീഠത്തിൻ്റെ മുന്നിലിരുന്നാലും ആ ഇരിക്കുന്ന വ്യക്തി ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനും കുടുംബം കാണും, പ്രാരാബ്ദങ്ങൾ കാണും, പ്രശ്നങ്ങൾ കാണും. അപ്പോൾ അതുകൊണ്ട് ഇനി മേലിലെങ്കിലും കുടുംബ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിയമപാലകരുടെ മുന്നിൽ വരുന്ന ആരെയും വെറുതെ കരിവാരി തേക്കരുത്, ആരെയും ആത്മഹത്യ ചെയ്യിക്കരുത്.
അതേപോലെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ വഞ്ചിക്കരുത്. അവരുടെ കഷ്ടപ്പാട്, അവരെ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് നിങ്ങളുടെയൊക്കെ ചിലവുകൾ നോക്കുന്നത്, കുടുംബത്തിൻ്റെ വരുമാനം നോക്കുന്നത്, കാര്യങ്ങൾ നോക്കുന്നത്. പലപ്പോഴും പല രാത്രികളും വൈകിയായിരിക്കും പല ഡ്രൈവർ സഹോദരങ്ങളും വീട്ടിൽ വരുന്നത്. അവർക്കൊന്നും യഥാവിധി ഭാര്യമാരുടെ പല കാര്യങ്ങളും ഞാൻ പറയുന്നില്ല, പലതിലും പോരായ്മകൾ വരാം. പക്ഷേ അതൊരു അവസരമാക്കി മുതലെടുത്ത് പാതിരാത്രി ഭർത്താവ് കൂടെ ഇല്ല എന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കണ്ണിക്കണ്ടവന്മാരുടെ കൂടെ സല്ലാപം നടത്തുന്ന സഹോദരിമാർ ഒന്ന് ചിന്തിക്കണം. ഒരിക്കലും ഒരു ഭർത്താവിൻ്റെ നിന്നും കിട്ടുന്ന സ്നേഹവും സംരക്ഷണവും ഒരു നിമിഷം കൊണ്ട് നിങ്ങളെ വലയിലാക്കുന്ന ചെകുത്താന്മാരിൽ നിന്നും കിട്ടില്ല. അതേപോലെ തിരിച്ചും ചെറുപ്പക്കാർ ചിന്തിക്കണം. നിങ്ങളുടെ ഭാര്യയിൽ നിന്നും കിട്ടുന്ന കെയർ, അവളിൽ നിന്നും കിട്ടുന്ന ആത്മാർത്ഥമായ സ്നേഹം മറ്റൊരുത്തികളിൽ നിന്നും കിട്ടില്ല. അവളൊക്കെ നിങ്ങളിൽ പല കാര്യങ്ങളും എനിക്ക് പറയാൻ വാക്കുകളുണ്ട്, പക്ഷേ സോഷ്യൽ മീഡിയയിൽ പറയുന്നതിന് പരിമിതിയുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂടപ്പുറപ്പുകളായ സഹോദരിമാരും സഹോദരങ്ങളും കേൾക്കാൻ പറയുന്നു, കല്യാണം കഴിക്കുന്നവരെ നിങ്ങൾ എന്ത് തെണ്ടിത്തരവ് കാണിച്ചോളൂ, പക്ഷേ കല്യാണം കഴിച്ചതിന് ശേഷം വഴി തെറ്റരുത്. വഴി തെറ്റിയാൽ മറ്റുള്ള നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന അവരുടെ ജീവിതം മാത്രമല്ല, ഏറ്റവും പ്രധാനം നിങ്ങളുടെ ജീവിതം തൊലയും. സമൂഹത്തിന് മുന്നിൽ നിങ്ങൾ നാറും. ഏറ്റവും വലിയ ഉദാഹരണം എൻ്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പ് സുനീർ മരിച്ചുപോയി. അവൻ ആത്മഹത്യ ചെയ്തു. അവന് ഇനി ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയണ്ട. അവൻ ദൈവവിളിക്ക് ഉത്തരം നൽകി അവൻ പോയി. പക്ഷേ അവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ പെൺകുട്ടി ചെറുപ്പമാണ്. ഇനിയൊരു പക്ഷേ അവൾ വേറെ കല്യാണം കഴിച്ച് പോവാം. അവളിപ്പോൾ സ്നേഹിക്കുന്ന പയ്യൻ്റെ കൂടെയോ ആരുടെ കൂടെയോ ജീവിച്ച് പോവാം. എങ്കിലും അവൾ സമൂഹത്തിന് മുന്നിൽ ഒരുപാട് നാറും. പലരും പല രീതിക്ക് കുത്തുവാക്കുകൾ പറയണം. കാരണം ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനായ പയ്യൻ, ഒരു ദുശ്ശീലങ്ങളുമില്ല, കുടുംബത്തെ സ്നേഹിച്ച് അവൻ കെട്ടിയ പെണ്ണിനെ പൊന്നുപോലെ അവൻ്റെ ഉള്ളം കയ്യിൽ വെച്ചാണ് അവൻ നോക്കിയത്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അവൻ്റെ ഉമ്മ വ്യക്തമായിട്ട് സോഷ്യൽ മീഡിയയിൽ പല വീഡിയോസിലും പറഞ്ഞതാണ്. എന്നിട്ട് പോലും വഴിതെറ്റിപ്പോയെങ്കിൽ ആ കുട്ടിയെ എന്ത് പറയണം? അവൾ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ? അവൾ വലിച്ചെറിഞ്ഞ് കളഞ്ഞില്ലേ നല്ലൊരു ജീവിതം? അവനൊരു വണ്ടിപ്രാന്തനായിരുന്നു. അവന് വേറെ ദുശ്ശീലങ്ങളൊന്നുമില്ല. അവൻ വാഹനപ്രേമിയായിരുന്നു. അവനൊരുപാട് സിയും കടങ്ങളും മറിച്ച് വാഹനമെടുത്ത് നല്ല രീതിക്ക് സ്കൂൾ ട്രിപ്പുകളും മറ്റു കല്യാണ ഓട്ടങ്ങളും ഒരുപാട് ട്രിപ്പുകൾ അവൻ്റെ സ്വഭാവം വെച്ച് എല്ലാവരും അവൻ്റെ വണ്ടിയെ വിളിക്കും. നല്ല രീതിക്ക് ജീവിച്ചിരുന്നൊരു പയ്യനാണ്. ദുൽദുൽ ട്രാവൽസ് തിരുവനന്തപുരത്ത്, അതുപോലെ പല പല നാടുകളിലും അവൻ്റെ വാഹനം അറിയാത്തവർ ചുരുക്കമാണ്. ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും അവൻ്റെ വാഹനങ്ങളുടെ നല്ല നല്ല വീഡിയോസ് ഒരുപാടുണ്ട്. എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. പറയാൻ വാക്കുകളില്ല അവനെപ്പറ്റി. അവൻ്റെ ശത്രുക്കൾക്ക് വരെ അവനെപ്പറ്റി നല്ലതേ പറയാനുള്ളൂ. ഇപ്പോൾ എനിക്കൊരുപാട് ശത്രുക്കളുണ്ട്, അതിനേക്കാൾ ഏറെ മിത്രങ്ങളുമുണ്ട്. അവന് എന്തു പറയും, എല്ലാവരും അവൻ്റെ മിത്രങ്ങളാണ്. നമ്മളൊക്കെ ജീവന തുല്യമാണ് അവനെ സ്നേഹിച്ചിരുന്നത്. നമ്മുടെയൊക്കെ പല വീഴ്ചകളിലും അവനെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തിരുന്നു. കാക്ക എന്ന് വിളിച്ചാൽ അത്രയും തികച്ച് വിളിക്കാത്ത ഒരു പയ്യനായിരുന്നു. എങ്ങനെ തോന്നി സഹോദരി അവനെ ചതിക്കാൻ? എങ്ങനെ തോന്നി? അവൻ്റെ മാതാവിൻ്റെ മുന്നിൽ വെച്ച് നിനക്ക് തല്ലാൻ എങ്ങനെ മനസ്സ് വന്നു? അത്രയ്ക്ക് അതമ്പതിച്ചു പോയോ? ഒന്ന് ആലോചിച്ച് നോക്കണം. നിന്നെ ഒന്നും ഒരു സ്വർണമോ പണമോ ഒന്നും വാങ്ങാതെ അവൻ അങ്ങോട്ട് മഹർ തന്ന് കെട്ടിയതാണ്. അപ്പോൾ നീ അവനെ ജീവന തുല്യം സ്നേഹിച്ച് അവൻ്റെ കൂടെ ജീവിക്കേണ്ട ഒരു പെണ്ണായിരുന്നു. അതുമാത്രമല്ല, നിൻ്റെ ഇഷ്ടത്തിന് അവൻ പഠിക്കാനും വിട്ടു, നഴ്സിംഗ് പഠിക്കാൻ. എത്ര ലക്ഷം രൂപ ആവും ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ? അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. എല്ലാം വളയം പിടിച്ചാണ് അവൻ സ്വരുക്കൂട്ടിക്കൊണ്ടിരുന്നത്. അവൻ്റെ വണ്ടിയുടെ ഫിനാൻസ് ആയാലും വീട്ടുകാര്യങ്ങളായാലും ബാപ്പയില്ലാത്ത മോനായിരുന്നു. അവൻ്റെ ഉമ്മയുടെ കാര്യങ്ങൾ, സഹോദരിമാരുടെ കാര്യങ്ങൾ, എല്ലാത്തിനും ഒരു കുറവ് വരുത്താതെ നല്ലോണം ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനെ കൊന്നു കളഞ്ഞല്ലോ സഹോദരി. ഈ പാപം എവിടെ കൊണ്ട് നീ തീർക്കും?
സ്വന്തം മനസ്സാക്ഷിയുടെ അടുത്ത് ചോദിച്ചു നോക്കൂ. പല പല കളവുകളും അടവുകളും പറഞ്ഞ് നിയമപാലകരെ പറ്റിക്കാൻ പറ്റും. പക്ഷേ സ്വന്തം മനസ്സാക്ഷി എന്നൊരു സാധനമുണ്ട്. എങ്ങനെ കണ്ണടച്ചുറങ്ങാൻ കഴിയും? നിന്നെ അവൻ ഒരു മോളെപ്പോലെ, ഒരു കൂട്ടുകാരിയെപ്പോലെ ചങ്കാട്ടല്ലേ സ്നേഹിച്ച് കൊണ്ട് നടന്നത്. നിൻ്റെ ഇഷ്ടപ്രകാരം പാതിരാത്രിയായാലും നിനക്കിഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടു തരുന്നല്ല, കൊണ്ടുപോയി കഴിപ്പിച്ച് ഹാപ്പി ആയിട്ടല്ലേ കൊണ്ട് നടന്ന. നീയും അവനും എൻ്റെ കുടുംബത്തിൻ്റെ മുന്നിൽ ബൈക്കിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഒരു വട്ടേ പരിചയപ്പെട്ടിട്ടുള്ളൂ. ഇങ്ങനെ ഒരു ചതിക്കുന്നൊരു കുട്ടിയാണെന്ന് അറിഞ്ഞില്ല. അവനും എൻ്റെ അടുത്തൊരു വാക്കും പറഞ്ഞില്ല. ഇനി അവൻ്റെ അടുത്ത് പറയാൻ നമുക്ക് പറ്റൂലല്ലോ. അവൻ ചെയ്തത് നമ്മുടെ ഇസ്ലാമിക നിയമപ്രകാരം ഏറ്റവും വലിയ തെറ്റാണ്, ആത്മഹത്യ. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുമ്പം ആരും ചെയ്തു പോകും. കാരണം ഞാനും ഇതിനേക്കാൾ അപ്പുറം വിഷയങ്ങളിലൂടെ കടന്നു വന്നൊരു വ്യക്തിയാണ്. എൻ്റെ ജീവിതവും പലതവണ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും ചേർന്ന് ആത്മഹത്യ ചെയ്യാമെന്ന് വരെ വിചാരിച്ചിട്ടുണ്ട്. ആ സാഹചര്യങ്ങളിലൊക്കെ മനസ്സിൻ്റെ ഒരു ധൈര്യം, അതുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ആ അവസ്ഥ കടന്നു വന്നത്. നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ കൂട്ടുകാരടുത്ത് തീർച്ചയായിട്ടും പറയണം. ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതാണ്. എൻ്റെ കാര്യം ഞാൻ പറയണം. എൻ്റെ സാഹചര്യങ്ങൾ, എൻ്റെ മനോനില കൈവിട്ട് പോകും എന്ന് ഉറപ്പായാൽ ഞാനൊരു പോസ്റ്റിലൂടെയോ ഒരു വീഡിയോയിലൂടെയോ എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യും. എന്നെ ഒരുപാട് സഹോദരങ്ങൾ സഹായിച്ചിട്ടുണ്ട്. പല വീഴ്ചകളിലും ജാതി മത ഭേദമന്യേ ഒരുപാട് സഹോദരങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ഇതേ മനസ്സായിരിക്കില്ല. ഏറ്റവും വലിയ ഉദാഹരണമാണ് സുനീർ. അവൻ എടുത്തു ചാടി ചെയ്യരുതായിരുന്നു. അവൻ്റെ ജീവിതവും പോയി, അവൻ്റെ ജീവനും പോയി, അവൻ്റെ മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ അവൻ്റെ മാതാവിനും അവൻ്റെ സഹോദരങ്ങൾക്കും തീരാ നഷ്ടം. അവൻ കെട്ടിയ പെണ്ണ് വേറെ കല്യാണം കഴിച്ച് അവളെ ഇഷ്ടത്തിന് ജീവിച്ചു പോകും. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന സഹോദരങ്ങൾ ആരായാലും, ആണായാലും പെണ്ണായാലും, ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്. എല്ലാത്തിനും അതിൻ്റേതായ പോംവഴികളുണ്ട്. മനസ്സിലായില്ലേ? നമുക്ക് ചിലത് നഷ്ടപ്പെട്ട് മറ്റു പലതും നേടാൻ പറ്റും. എല്ലാം ദൈവത്തിൻ്റെ വിധിയാണ്. ഞാൻ വലിച്ചു നീട്ടുന്നില്ല. എൻ്റെ പ്രിയ സഹോദരൻ സുനീറിൻ്റെ കുടുംബത്തിന് നീതി കിട്ടണം. നിയമപാലകർ വളരെ മാന്യമായ രീതിയിൽ ഈ കേസ് അന്വേഷിച്ച് അവൻ്റെ ഭാര്യയുടെയും ഭാര്യ വീട്ടുകാരുടെയും എല്ലാവിധ അവർ ചെയ്ത കുറ്റങ്ങൾ കണ്ടെത്തി അവർക്കെല്ലാം അതിൻ്റേതായ രീതിക്കുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിപ്പിക്കണം. അവരെ ശിക്ഷിക്കണം. ആരെയും തൂക്കിക്കൊല്ലാനോ ഒന്നും പറയുന്നില്ല. പക്ഷേ ഇനി മേലിൽ ഒരാളുടെ ജീവനും നഷ്ടപ്പെടാൻ ആ കുടുംബം ഇടയാകരുത്. മനുഷ്യജീവന് ഇന്നത്തെ കാലത്ത് പുല്ല് വിലയാണ്. മറ്റു പലതിനുമാണ് വില. പട്ടിക്ക് വരെ, തെരുവിലലിയുന്ന പട്ടിക്ക് വരെ വില ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുനീറിൻ്റെ കുടുംബത്തിന്, ബഹുമാനപ്പെട്ട നിയമപാലകരെ, നിങ്ങൾ നീതി അവർക്ക് ലഭ്യമായി കൊടുക്കണം. ഈ കേസ് വ്യക്തമായ രീതിയിൽ, സത്യസന്ധമായ രീതിയിൽ അന്വേഷിച്ച് കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് തക്കതായ ശിക്ഷ നൽകണം. വേറെ ഒളിക്കാനോ മറയ്ക്കാനോ ഒന്നുമില്ല. അവൻ്റെ ഉമ്മ പറയുന്ന കാര്യങ്ങൾ അവരുടെ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്. ഈ പെൺകുട്ടി മറ്റൊരു ചെറുപ്പക്കാരനുമായിട്ട് ചാറ്റ് ചെയ്യുന്നതിൻ്റെ ഡിജിറ്റൽ എവിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രം മതി. പിന്നെ അതേപോലെ സുനീറിനെ ഒരുപാട് രീതിയിൽ മാനസികമായും ശാരീരികമായും ആ പെൺകുട്ടി ഉപദ്രവിച്ചിട്ടുണ്ട്. അവൻ്റെ ശരീരത്തിൽ അള്ളുക, അടിക്കുക, അവസാനം അവൻ്റെ ഉമ്മയുടെ മുന്നിൽ വെച്ച് അടിച്ചത് അവന് സഹിക്കാൻ പറ്റിയില്ല. അതിന് ശേഷമാണ് അവൻ ഈ ആത്മഹത്യയിലേക്ക് പോയത്. വല്ലാത്തൊരു മനസ്സാണ് ഇത്തരം പെൺകുട്ടികൾക്ക്. ആലോചിച്ച് നോക്കണം. അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായിട്ട് ഏതെങ്കിലും വീട്ടിൽ കിടക്കുന്നതിനേക്ക് ചെലവും കൊടുത്ത് അങ്ങോട്ട് സ്വർണ്ണമിട്ട് കെട്ടിക്കൊണ്ട് വന്ന് അവന് അവസാനം വെറും എന്താ പറയും, മടയനാക്കി അവൻ ആത്മഹത്യ ചെയ്യിച്ചു.
എങ്ങനെ മനസ്സ് വരുന്നു? ഇത് ഈ ഒരു വിഷയം മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ കുറേ കുറേ കാര്യങ്ങൾ എനിക്കറിയാം. എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്ക്, അത് മക്കളുള്ള സുഹൃത്തുക്കളുണ്ട്, മക്കളെ ഉപേക്ഷിച്ചിട്ട് കണ്ണി കണ്ടവൻ്റെ കൂടെ പോയ കുറേ പെൺകുട്ടികളുണ്ട്. ഇവരെല്ലാം കൊണ്ട് പെറ്റീഷൻ കൊടുക്കും. എൻ്റെ ഭർത്താവ് പൈസ തരുന്നില്ല, ചിലവിന് തരുന്നില്ല, മറ്റു പലതും തരുന്നില്ല എന്ന് പറയും. സത്യത്തിൽ അതൊക്കെ കൊടുത്തത് കൂടിപ്പോയതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? നിയമപാലകരെ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു പെണ്ണ് തന്നൊരു പെറ്റീഷൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് നിരപരാധികളായ ചെറുപ്പക്കാരുടെ ജീവിതം ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇനിയും അത് തുടരരുത്. ഇവിടെ സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും അഭിമാനമുണ്ട്, അന്തസ്സുണ്ട്, ജീവിതമുണ്ട്. നിങ്ങൾ ഒരുപാട് പേരുടെ ജീവിതം തുലച്ചിട്ടുണ്ട്. ഇതൊരു അവസാനമായിരിക്കണം. നമ്മുടെ നാട്ടിൽ ഇനി ഒരു സുനീർ ഉണ്ടാവാൻ പാടില്ല. ഇതേപോലെ ഒരു ആണിനും ഒരവസ്ഥ വരാൻ പാടില്ല. ഞാൻ എല്ലാ സ്ത്രീകളെയും അടച്ചാക്ഷേപിക്കുന്നില്ല. എല്ലാ തെമ്മാടികളായ ആണുങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ പറയുന്ന എത്രമാത്രം, എനിക്കും മാതാപിതാക്കളും സഹോദരങ്ങളും ഭാര്യ സന്താനങ്ങളുമുണ്ട്. എല്ലാം നിലനിർത്തി ഞാൻ പറയുന്നു. ഒരു കാരണവശാലും ഒരു വെള്ള പേപ്പറിൽ ഒരു പെണ്ണൊരു പരാതി എഴുതി തന്നാൽ അതിൻ്റെ പേരിൽ തച്ചുടയ്ക്കേണ്ടതല്ല ഒരു പുരുഷൻ്റെ ജന്മം. അവന് ജീവിക്കണം. നിങ്ങൾ നിയമപരമായിട്ട് നടപടികളെടുക്കുക. കേസുകൾ അന്വേഷിച്ചതിന് ശേഷം നിങ്ങളുടെ മുന്നിൽ വരുന്ന പുരുഷന്മാരെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുക. തെറ്റുകാരാണെങ്കിൽ നിങ്ങൾ അപമാനിക്കുക, ശിക്ഷിക്കുക. അല്ലാതെ നിരപരാധികൾ ഒരു തെറ്റും ചെയ്യാതെ അവരുടെ ഭാഗം പോലും കേൾക്കാതെ നിങ്ങൾ അവരുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും മുന്നിൽ വെച്ച് അപമാനിക്കരുത്. ദയവ് ചെയ്ത് പറയുകയാണ്. ഈ ശാപം ഈ ലോകത്ത് വെച്ച് തന്നെ നിങ്ങളൊക്കെ അനുഭവിക്കും. ഞാനൊരു നിയമത്തെയും വെല്ലുവിളിക്കുന്നില്ല, ഒരു നിയമ സംവിധാനങ്ങളെയും വെല്ലുവിളിക്കുന്നില്ല. ഈ നിയമ സംവിധാനം ഉപയോഗിച്ച് കാക്കിയിടാൻ യോഗ്യതയില്ലാത്ത ചില ആണും പെണ്ണുമായ ഉദ്യോഗസ്ഥർ കാരണം ഒരുപാട് നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും എളുപ്പത്തിൽ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കേസാണ് പോക്സോ. ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഓടിക്കൊണ്ട് പെറ്റീഷൻ കൊടുക്കും. എന്നെ അവൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഉടനെ പോലീസ് എടുക്കുന്ന നടപടി എന്ന് വെച്ചാൽ മുന്നും പിന്നും ചിന്തിക്കില്ല. ഉടനെ അവനെ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു, മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്നു, കോടതി കൊണ്ട് ഹാജരാക്കുന്നു, കോടതിയിൽ നീതിപീഠം വിധിക്കുന്നു. 16 ദിവസം ജയിലിൽ, 24 ദിവസം ജയിലിൽ, ആജീവനാന്തം അവൻ ഒരു പീഡനക്കാരൻ. പിന്നെ അവന് സമൂഹം കാണുന്നത് ജയിലിൽ ചെല്ലുമ്പോഴുള്ള അവിടെയുള്ള പ്രതികളുടെ ഉപദ്രവം, പിന്നെ അവൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മക്കൾ, അവരുടെ മാനാഭിമാനം എല്ലാം പോവും. അതുകൊണ്ട് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട നിയമപാലകരെ, ഇനിയെങ്കിലും കിട്ടുന്ന പരാതി ആണ് തന്നാലും പെണ്ണ് തന്നാലും അത് അന്വേഷിച്ച് നടപടിയെടുക്കുക. നമ്മൾ ഈയിടയ്ക്ക് പത്രമാധ്യമങ്ങളിൽ വായിച്ചതാണ്. തട്ടത്തുമല അനിൽകുമാർ എന്ന് പറയുന്ന അഡ്വക്കേറ്റ്, എനിക്ക് സഹോദര തുല്യനായ ഒരു അഡ്വക്കേറ്റാണ്. അദ്ദേഹം തന്നെ ഈയിടയ്ക്ക് ഒരു പയ്യന് വേണ്ടി നിരപരാധിയായി ഒരുപാട് വർഷം ജയിലിൽ കിടന്ന്, പോക്സോ കേസിൽ ജയിലിൽ കിടന്ന് ആ പയ്യനെ റിലീസ് ചെയ്തു. നിയമ പോരാട്ടം നടത്തി അദ്ദേഹം അവന് മോചനത്തിന് വഴിയൊരുക്കി. അവസാനം അറിഞ്ഞപ്പോൾ അവൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ല, നിരപരാധിയാണ്. അവൻ്റെ അത്ര വർഷങ്ങൾ, അവൻ്റെ ജീവിതം, അവൻ്റെ കുടുംബക്കാരുടെ മാനം എല്ലാം പോയി. അതുകൊണ്ട് ഞാൻ വീണ്ടും അപേക്ഷിക്കുകയാണ്, ബഹുമാനപ്പെട്ട നിയമപാലകരെ, നിങ്ങളുടെ മുന്നിൽ വരുന്ന ഏതൊരു കേസായാലും നിങ്ങൾ രാഷ്ട്രീയ സ്വാധീനം, മറ്റുള്ള കാര്യങ്ങൾ, എല്ലാ പ്രഷറും നിങ്ങളുടെ മേൽ കാണും. എങ്കിലും നിങ്ങൾ അതെല്ലാം ഒരു വശത്ത് മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ ഇട്ടേക്കുന്ന കാക്കിയുടെ ഒരു അന്തസ്സുണ്ട്, കാക്കിക്കൊരു വില ഉണ്ട്. അത് മുൻനിർത്തി ന്യായമായ രീതിയിൽ അത്തരം കേസുകൾ കൈകാര്യം ചെയ്യുക. ഒരുപാട് പറയാനുണ്ട്, ഉറങ്ങാൻ കഴിയുന്നില്ല. എൻ്റെ സുനീറിൻ്റെ മുഖമാണ് മനസ്സിലോടി വരുന്നത്. അവൻ്റെ പാവപ്പെട്ട ഉമ്മ രോഗിയാണ്, അവൻ്റെ ബാപ്പ രോഗിയായി മരണപ്പെട്ട ഒരാളാണ്. എൻ്റെ സുനീറിൻ്റെ കുടുംബത്തിന് നീതി കിട്ടണം. ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും സുനീറിൻ്റെ കുടുംബത്തിന് നീതിക്ക് വേണ്ടി നിങ്ങളാൽ കഴിയുന്നത് ചെയ്യണം. അതുപോലെ ഇനി നമ്മുടെ നാട്ടിൽ സുനീർമാരുണ്ടാവാൻ പാടില്ല.
നിർത്തുന്നു. കഴക്കൂട്ടൻ ജാഫർ ഖാൻ.